ചാക്കപ്പന്റെ പെട്ടിയാട്ടെ കൊണ്ട് പോയേ. ഇതാണ് എന്താ ഇത്? ചാണകപ്പൊടിയാണോ? ചാണകപ്പൊടി ചാണകപ്പൊടി എത്ര അനുപാതത്തിലാ? വായുവിൽ എഴുതി കൂട്ടിയതിന് ശേഷം ചാണകപ്പൊടി ഇടുക. ചാണകപ്പൊടി, മണ്ണ്, കമ്പോസ്റ്റ്, എല്ലുപൊടി. ഇതാണ് എല്ലുപൊടി. ഇത്രയല്ല, ഇനിയുണ്ട്. കൈയിട്ടല്ലേ പോലെ കൈ മാറ്റൂ. വെരി ഗുഡ്. ഇത്ര കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? മറ്റേ ഇത് ഇത്ര വാരി ഇട്ടൂടാ. ഡാപ്പ് ഒന്ന് എല്ലാരും ശ്രദ്ധിക്കുക. ഡാപ്പ് ഈ കിലോ കണക്കിന് വാരി ഇടരുത്, ഇത് കരിഞ്ഞു പോകും. ഈ മനുഷ്യൻ എന്ത് അടുത്ത NPK കൊണ്ട് വരികയാണ്. താമര നോക്കിക്കോ, കരിക്കട്ടെ അവർ 2 ദിവസത്തിനകം. ആരും ഇങ്ങനെ വാരിയിടരുത്. ഇത്രയൊന്നും ആവശ്യമില്ല. ഇതിന് വളർന്നു വരും. മണ്ണ് നിറയ്ക്കാൻ പോയേക്കാണ്. മീൻവെയിൽ നമുക്ക് നമ്മുടെ ചെടി കളക്ഷൻസ് കാണാം. ദിസ് ഇസ് പംകിൻ. അതൊരു സക്കുലന്റ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി. ദെൻ വി ഹാവ് അലോക്കേഷ്യ, ബട്ടർഫ്ലൈ, അഗ്ലോണിമ, ഗോൾഡൻ ഫിലോഡെൻഡ്രൻ മയൂയി, പേൾ മാക്സ്. ദിസ് ഇസ് അലോക്കേഷ്യ, ദിസ് ഇസ് സിങ്കോണിയം, പിന്നെ അഗ്ലോണിമ. ഇതെന്തായിരുന്നു? ജെറേനിയം. ഇതൊരു മഞ്ഞ ചെമ്പരത്തി. കലാത്തിയ. ഇത് വേറൊരു കലാത്തിയ. ഇത് കൊളക്കേഷ്യ. വെള്ളത്തിൽ കൊണ്ടുവരേണ്ടതാ. ചക്കിയിൽ നിന്ന് ജീവിച്ച് പഠിച്ചു പോയത്. നമ്മുടെ ഈ ചെളിയില്ല, അതുകൊണ്ട് നമ്മൾ സാധാ മണ്ണ് നിറയ്ക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുമോ? അടിയിൽ തന്നെ കിടക്കും ചാണകം. ഇത്രയും ചാണകപ്പൊടിയൊക്കെ മാറ്റിയിടാമോ? ഈ ഡാപ്പൊക്കെ ഇടാൻ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് അല്ലേ, ഇതൊക്കെ ഇടാനൊരു അനുപാതമൊക്കെ ഉണ്ട്. കിൻഡിൽ കണക്കിന് വാരിയിട്ടേക്കാണ്. താമര കരിക്കട്ടെ അതിലേക്ക് കൊള്ളാം. ഓ സാറേ, ഇവിടെ വേറൊരു താമര ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു താമര ഇരിപ്പുണ്ട്. ആണോ? അപ്പൊ ഇത് വളർന്നു. ഇതിന് വളർച്ച ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ചട്ടിയുടെ അത്രയും വൈ വരെയല്ല. ഇത്രയും വാരിയിടാതെ ഇരിക്കാനായിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് വാരിയിട്ടാൽ മതി. ഈ മനുഷ്യൻ എവിടെയോ കണ്ടിട്ട് വാരിയിടുമായിരിക്കും. ആണോ? ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക്കാലിറ്റി വല്ലതും അറിയാമോ കുട്ടിക്ക്? മണ്ണ് തട്ടിയിടുക. നമ്മളിപ്പോൾ നടാൻ പോകുന്നത് സീഡിൻ്റെ അകത്തുനിന്ന് കിളിച്ച് വന്ന താമരയാണ് നടാൻ പോകുന്നത്. കലാത്തിയ കണ്ടോ? വേറൊരു കലാത്തിയ വാഴച്ചെടി. ഇതാണ് നമ്മൾ സീഡിൽ നിന്നും കിളിച്ച താമര. 3 എണ്ണം കിളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. 12 ദിവസമായി കാണോ? ദിവസമാണ് വന്നു എന്ന് പറയാം. നവംബർ 30-ന് അതെ, അടിമക്കണ്ണിനെ കൊണ്ട് നടിച്ച് ചുരണ്ടി വീഴ്ച എന്താണ് സീഡായിരുന്നേ. അത് ഒരു 10 ദിവസം വേണ്ട, 5 ദിവസം കൊണ്ട് നന്നായിട്ട് കിളിച്ച് വന്നു. ഒരു 10 ദിവസമൊക്കെ ആയപ്പോൾ നന്നായിട്ട് ഇലയും വേരും വന്നു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലോട്ട് മാറ്റാം. അതായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 13ാമത്തെ ദിവസമുണ്ട്. സീഡിൽ നിന്ന് ഡെവലപ്പായിട്ടുള്ള താമര ഒത്തിരി ദിവസം എടുക്കും കിളിച്ച് വരാൻ. പക്ഷേ ഇതെല്ലാം ട്യൂബറാണ്. അതും ട്യൂബറായതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് കിളിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോകുമ്പോൾ ഇത് ഇനി വർഷങ്ങളോളം എടുക്കും. വെള്ളം ഒഴിക്കാൻ പോവാം, മണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടി. ചില ഫോഴ്സൊക്കെ ആകാൻ കേട്ടോ. എനിക്ക് ഓർമ്മ വരുന്ന സീൻ ഏതാണെന്ന് അറിയാമോ? സുന്ദര കില്ലാടി സിനിമയില്ലേ, ഇതിനകത്ത് കിണറ്റിൽ വെള്ളം വന്നെന്ന് അറിയത്തില്ലേ? ദിസ് ഈസ് ദി എൻഡ് പ്രൊഡക്റ്റ്. കണ്ടോ?